പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിച്ചാരാധിച്ച് മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയും. ഈ പുതിയ പ്രഭാതത്തിൽ നിൻ്റെ കരുണയെ ഓർക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങളങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുന്നു. കർത്താവെ, ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാനങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. എൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് എന്ത് പകരമായി നൽകും? ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി കർത്താവെ അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ മേൽ അങ്ങയുടെ അനുഗ്രഹവർഷം ചൊരിയണമേ. അങ്ങയുടെ കരം വെച്ചെന്നെ അനുഗ്രഹിക്കണമേ. ആപത്തിൽ നിന്ന് അപകടങ്ങൾ കാത്തുകൊള്ളണമേ. നിൻ്റെ അതിർത്തികൾ ശുശ്രൂഷയുടെ മേഖലകളെ നീ വിസ്തൃതമാക്കണമേ. നിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഓരോ ദിവസവും നൽകുന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും അധിപനായ അങ്ങയുടെ തിരുമുമ്പിൽ ഈ പ്രഭാതത്തിൽ പ്രപഞ്ചത്തിലെ സകല അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തുന്നവരോടൊപ്പം ഞാനും അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവാനുള്ള ആഹ്വാനമാണ്. പത്രോസിനെയും സഹോദരനെയും ഗലീലി കടൽ തീരത്ത് വെച്ച് കർത്താവ് വിളിക്കും. മീൻപിടുത്തക്കാരായവർ വലയെറിയുകയായിരുന്നു. യേശു അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ മീൻ പിടിപ്പിക്കുന്നവരാക്കാം. അവർ ഉടനെ സകലത് ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. സബദീപുത്രന്മാരെയും പോകുന്ന പോക്കിൽ വിളിച്ചു അവരും പിതാവിനെയും വലയുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയെ അനുഗമിക്കുന്നതായി കാണുവാൻ കഴിയും. വിളി ഒരു ദാനമാണ്. ആ വിളി കേട്ട് അവിടുത്തെ പിന്നാലെ പോവുക ഒരു സൗഭാഗ്യമാണ്. ദൈവം നമ്മെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുവാനായിട്ട് വിളിക്കുമ്പോൾ അത് കേൾക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന വലിയ ഭാഗ്യം നമുക്കുണ്ടാകുന്നത് ആത്മാവിൻ്റെ നിറവിൽ. പരിശുദ്ധാത്മാവ് നമ്മിൽ വരാതെ ആർക്കും യേശു കർത്താവാണെന്ന് പറയുവാൻ കഴിയില്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥവും അത് തന്നെയാണ്. കർത്താവിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ സമ്പൂർണ്ണമായിട്ട് നമ്മെ വിട്ടുകൊടുക്കുവാൻ കഴിയും. ഈ വിട്ടുകൊടുക്കലിലാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ മേൽ ചൊരിയുന്നത്. കാരുണ്യവാനായ കർത്താവ് വിളി കേട്ടിട്ടും അങ്ങേ കേൾക്കുവാൻ സാധിക്കാതെ, അങ്ങയെ അനുഗമിക്കുവാൻ സാധിക്കാതെ നിരവധി പേരുണ്ട്. അവരുടെ എല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ അവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രം അങ്ങേക്കുന്നത്. ഏറെ പ്രത്യേകിച്ചും കടലിലും കായലിലും ജോലിക്കായിട്ട് പോകുന്നവരെയും വിവിധ സ്ഥലങ്ങളിൽ ജോലിക്കായിരിക്കുന്നവരെയും അവരുടെ ജോലി സ്ഥലങ്ങളിൽ അങ്ങേ അനുഭവിച്ചറിയുവാൻ കൃപ നൽകി അനുഗ്രഹിക്കുകയും അധ്വാനത്തിൻ്റെ ഫലവർക്ക് ലഭിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ പുലർത്തുവാനുള്ള കൃപയും നൽകി അനുഗ്രഹിക്കണം. ഈശോയെ, എൻ്റെ കാരുണ്യവും കൃപയും അനുഭവിച്ചറിയ ഞങ്ങൾ ഓരോരുത്തരും എൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ ജീവിക്കുവാൻ കൃപ നൽകി ഇന്നേ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കുക. അങ്ങയുടെ വഴിയിലൂടെ ഞങ്ങളെ നടത്തുകയും ചെയ്യണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. പാവനാത്മാവേ, ജീവദായകനേ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ.